അൽഫാമിൻ്റെ മരുന്ന് മസാല എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. നമ്മളിവിടെ ഗൾഫിൽ എല്ലാവരും തണുപ്പ് കാലമായി കഴിഞ്ഞാൽ അൽഫാമിന് ഒരു സ്പെഷ്യലായിട്ട് മസാല ഉണ്ടാക്കുന്നതാണ്. പച്ച മസാല കൂട്ടുമ്പോൾ നമ്മളതിന് മരുന്ന് മസാല എന്നൊക്കെ പറയും. അപ്പോൾ കാര്യമായിട്ടൊന്നുമില്ല. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയുള്ളി, വേപ്പില, അതേപോലെ പുതിന, മല്ലിച്ചപ്പ്, കുറച്ച് 4 കോഴിമുട്ട, ഒരു ലേശം വിനാഗിരി, അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഒരു ലേശം കുരുമുളക് പൊടി, ഗരം മസാല, ചുവന്ന മുളക്, ഇതെല്ലാം കൂടി ഉപ്പിട്ടിട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മസാല റെഡി ഇട്ടാ. അപ്പോൾ എന്നത്തെ പോലെ തന്നെ വെട്ടാനും കുത്താനും കക്കാട് കരീമും അപ്പുറത്ത് അടിച്ച് വരുത്താൻ ആയിപ്പറ മുക്താറും റെഡി ആയിട്ട് നിൽക്കാണ് കേട്ടാ. പിന്നെ കട്ട സപ്പോർട്ടായിട്ട് ജയശങ്കറും കുഞ്ഞാനും ഉണ്ട്. കരീം വെട്ടിക്കൊണ്ടിരിക്കുന്ന ചിക്കൻ അവിടെ തല്ലി പഴിപ്പിക്കുന്നത് മുക്താറാണ് കേട്ടോ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറയാൻ മറന്നത്, നമ്മുടെ മസാലയിൽ തൈര് ആഡ് ചെയ്യണം. ഞാൻ നേരത്തെ പറയാൻ മറന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ കട്ട് ചെയ്തിട്ട് വെക്കുന്ന ചിക്കനിൽ ഒരു ലേശം ആ വെള്ളത്തിൽ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കലക്കിയ വെള്ളമാണെങ്കിൽ ഒന്നുകൂടി ഒരു ഫ്ലേവർ കിട്ടുന്നതാണ്. അപ്പോൾ എങ്ങനെയാലും നമ്മൾ ഉണ്ടാക്കിയ മസാലയൊക്കെ കട്ട് ചെയ്ത് പരത്തിയ ചിക്കനിലേക്ക് നന്നായിട്ട് തേച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പുറത്ത് പോകാനുള്ള എല്ലാ സെറ്റപ്പുകളും നമ്മുടെ കാവിയും ചായയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ വണ്ടി കയറിയിട്ട് ഇങ്ങനെ പോവാണ്. നമ്മളിവിടെ അടുത്തുള്ളൊരു ബീച്ചിലേക്കാണ് പോകുന്നത്. അവിടെ കണ്ടമാനം ആൾക്കാരുണ്ട്. ഭയങ്കര ജനസാഗരമാണ് ഇന്നത്തെ ദിവസം. പാർക്കിംഗ് തന്നെ കിട്ടാതെ ഞങ്ങളിങ്ങനെ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത പറയാൻ മറന്നിട്ടുണ്ട്. ഞങ്ങൾ ന്യൂ ഇയർ ആഘോഷിക്കാൻ വന്നതാണ്. വീഡിയോ എടുത്തിട്ട് 4-5 ദിവസമായി. എഡിറ്റ് ചെയ്ത് ഇടാൻ ഇന്നാ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ ന്യൂ ഇയർ ആഘോഷമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വീഡിയോസാണ്. അപ്പോൾ എങ്ങനെയായാലും 12 മണിക്ക് നല്ല വെടിക്കെട്ടൊക്കെ ഉണ്ട്. അതൊക്കെ കാണാനും കൂടി ആയിട്ടാണ് ഞങ്ങൾ വന്നേക്കുന്നത്. അപ്പോൾ എങ്ങനെയായാലും ഞങ്ങൾ നല്ല കനലൊക്കെ ഉണ്ടായിട്ട് ചിക്കനൊക്കെ അതിൻ്റെ മേലെ വെച്ചപ്പോഴേക്കും നമ്മുടെ വെടിക്കെട്ട് ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ജനങ്ങളെല്ലാവരും അതിൻ്റെ ആ ഒരു ആഹ്ലാദത്തിലാണ്. വെടിക്കെട്ടും പിന്നെ നമ്മൾ പുതിയ ന്യൂ ഇയറിൻ്റെ തുടക്കവും എല്ലാം കൂടി ആഘോഷിക്കാൻ വേണ്ടിയിട്ട് പയ്യന്മാരൊക്കെ ഉഷാറായിട്ട് ഭയങ്കര ഡാൻസും കൂത്തും പാട്ടൊക്കെ ആയിരുന്നു. കരീമിൻ്റെ കുമ്മാട്ടി ഡാൻസാണ് എനിക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ജയശങ്കർ കയ്യിന് എന്തൊക്കെ എക്സസൈസൊക്കെ ചെയ്യുന്നുണ്ട്. അവർ പറയുന്നത് ഡാൻസാണെന്ന് പറയുന്നെങ്കിൽ കൂടി. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇടയിലേ ഉമ്മുൽക്കോയിൽ നിന്ന് വന്നൊരു ഫാമിലി നമ്മുടെ കൂട്ടത്തിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ ഇതേപോലെ ഹസ്ബൻഡും വൈഫും ഒരു ഫ്രണ്ടും കൂടി അവർ ആഘോഷിക്കാൻ വന്നായിരുന്നു. അപ്പോൾ അവർ മലയാളികളുടെ സാന്നിധ്യം കണ്ടപ്പോൾ നമ്മുടെ പാട്ടും ആ ഡാൻസും കൂത്തും ഒക്കെ കണ്ടപ്പോൾ നമ്മുടെ ഒപ്പം കൂടാൻ വേണ്ടിയിട്ട് വന്നതാണ്. അവരും ഭയങ്കര എൻജോയബിൾ ആയിരുന്നു. ഭയങ്കര രസമായിട്ടുള്ളൊരു ഫാമിലി ആയിരുന്നു. എൻ്റെ ഇടയിൽ പയ്യന്മാർ ഗോത്ര സംഭവങ്ങളുടെ പഴയ പാട്ടൊക്കെ ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവരാണ് ഞാൻ മുന്നേ പറഞ്ഞ ഫാമിലി ഇട്ടാ. അതേപോലെ ഇതാണ് നമ്മുടെ സുഹൃത്ത് പ്രിൻസ്. ഭയങ്കര ഡാൻസറാണ്, നമ്മളെപ്പോലെ ഒന്നല്ല. ഒപ്പം നമ്മുടെ അഫ്സീറും കൂടിയപ്പോൾ അവർ ഭയങ്കര ചടുല താളങ്ങളൊക്കെ വെച്ചിട്ടാണ് ഡാൻസ് ചെയ്തിരുന്നത്. നമ്മളെ കൊണ്ടൊന്നും അവരെ ഒപ്പം എത്തിയെത്തില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പഴയ 90 കിഡ്സ് അല്ലേ. ഇതൊക്കെ 2K കിഡ്സിന് പറഞ്ഞിട്ടുള്ള പണിയാണ് ഇതൊക്കെ. നമ്മളെ കൊണ്ടൊന്നും ഇത് കൂട്ടിയാൽ കൂടില്ല. അപ്പോൾ എങ്ങനെയായാലും ഡാൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ കോഴിച്ചൂടൽ അവിടെ ഒരു സൈഡിൽ നടക്കുന്നുണ്ട് കേട്ടോ. അതായത് കുറേ ആൾക്കാർ എടുത്ത് കഴിക്കുന്നുണ്ട്. നമ്മൾ വന്ന ഫാമിലിക്കും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ ചായ ഉണ്ടാക്കുന്നുണ്ട്. ചായ, കട്ടൻ ചായ ഉണ്ട്, ഗാവയുണ്ട്. ഇതൊക്കെ നമ്മൾ കുടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയായാലും പയ്യന്മാരൊക്കെ ഭയങ്കര ആഘോഷത്തിലായിരുന്നു. നമ്മൾ ഒരു സൈഡിൽ മാറി നിന്നുകൊണ്ട് ഇതൊക്കെ ആസ്വദിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ വിരുന്നുകാർക്കൊക്കെ ചായ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ മെയിൻ പരിപാടി നമ്മൾ ഊട്ടലും ഉറക്കലുള്ള നമ്മുടെ പണ്ടേയുള്ള പരിപാടി. അതിൻ്റെ ലെവലിൽ ഞാൻ എൻ്റെ ഒരു ഐഡിയയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ വിസിറ്റ് വന്നിട്ട് പണിയായിട്ടില്ലെങ്കിലും ചാടി കളിക്കുന്ന കുഞ്ഞോൻ്റെ ആ ഉത്സാഹം കണ്ടില്ലേ, അതാരും കണ്ടില്ല എന്നൊക്കെ ഇരുന്നിട്ടാ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഫുഡായിട്ടാ ചിക്കൻ എല്ലാവരും ആയതെടുത്ത് കഴിക്കുകയാണ്. എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു. മസാല നന്നായിട്ടുണ്ട്. അപ്പോൾ അവരെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് കരുതി. അതിൻ്റെ ഇടയിൽ വന്നവർക്കൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയായാലും ഇതേപോലെ ഞാൻ മാക്സിമം പറയാറുണ്ട്, എല്ലാവരും ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യുക. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ലൈക്കും കമൻറ്റും അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഓക്കെ, ബൈ. നെക്സ്റ്റ് വീഡിയോ കാണാം.